السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രവാചകനെക്കുറിച്ചുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പറയപ്പെട്ടതുപോലെ തന്നെ ബഹുഭാരിത്വമാണ് വിഷയം. അതിനു മുമ്പ് വെസ്റ്റ് കൺസിഡർ ചെയ്തൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്നാണ് ഈ ഒരു ആർഗ്യുമെൻറ്റേഷനുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എഡ്വാർഡ് സെയ്ദ് ഓറിയന്റലിസ്റ്റ് പറയുന്നുണ്ട്, ജീസസുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കമ്പയർ ചെയ്തിട്ട് ഒരു അനലോജിക്കൽ ആർഗ്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു ക്രിസ്ത്യൻസ് എന്നുള്ളതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീസസ് എന്ത് ചെയ്തോ അത് മാത്രമായി പ്രവാചകൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള വസ്തുതാപരമായൊരു ഫിലോസഫി അവർ വിശ്വസിക്കുന്ന രീതിയിൽ വസ്തുതാപരമായി നേടിയെടുത്തു. അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു സെക്കുലർ കാഴ്ചപ്പാടിനകത്ത് നിന്നാണ് ഏകദേശം ഈ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പ്രവാചകേതര വിമർശനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിഷയത്തിലേക്ക് കടക്കും മുമ്പ് റിസാലത്തിൻ്റെ പ്രാമാണിക തത്വം എന്താണെന്നുള്ളതാണ്. അതായത് ഒരു പ്രവാചകനെ അത് ഏത് പ്രവാചകനുമാകട്ടെ ഒരു സമൂഹത്തിൽ അയക്കുന്നത് പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ഒന്ന് ദഅവ എന്നുള്ളതാണ്. അത് ദഅവത്ത് ഉണ്ടായിരിക്കണമെന്നില്ല. പിന്നെന്താണ്, എപ്പിസ്റ്റമോളജീൻ്റെ ലഭ്യത കുറവുണ്ടാകാം. അതുപോലെ തന്നെ ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുടെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കാം, തഹീർ ചെയ്യപ്പെട്ടതായിരിക്കാം, എഡിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു വസ്തുത ഒരു സോഴ്സിനെ ഒരു ഖബർ സ്വാദിഖ് എന്ന് പറയുന്ന ഒരു സാധനം എന്തില്ല അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അക്കാരണം കൊണ്ടാണ് എന്ത് റിസാലത്തിലേക്ക് എന്താണ് കൂടുതലായിട്ട് എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ കോണ്ടസ്റ്റിൽ നിന്നാണ് എന്ത് നമ്മൾ ബഹുഭാരിത്വം വായിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11ഓളം ഭാര്യമാരെ വിവാഹം കഴിച്ചു എന്ന് നമ്മൾ സാധാരണ വിമർശകരുടെ ഒരു ഒരു പഴഞ്ചവാദം. അതായത് അവരിങ്ങനെ അതിങ്ങനെ ഏറ്റുപാടിക്കൊണ്ടിരിക്കണം, ഓശാന പാടും പോലെ ഏറ്റുപാടിക്കൊണ്ടിരിക്കണം. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സാധനമാണ്. റസൂൽ എന്തിനാണ് വന്നത്? ജാഹിലിയ കാലഘട്ടത്തിൽ റസൂലുള്ള ഇത് വെറും ഇങ്ങനെ പറയാറുണ്ട്, ഇത് വെറും ഒട്ടകത്തിന്റെ മുക്കുകാർ പിടിക്കാൻ മാത്രം അറിയുന്ന സമൂഹത്തെ ലോകത്തിന്റെ കടിഞ്ഞാൻ പിടിപ്പിച്ചു കൊടുത്തു അറബികൾ എന്നുള്ള റസൂല പറയാറ്. അപ്പോൾ റസൂലിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ കൾച്ചറലായ അല്ലെങ്കിൽ അവിടുത്തെ ഡീപ്പായി കിടക്കുന്ന അവിടുത്തെ പല വിഷയങ്ങളും, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ നിന്ന് വരുമ്പോൾ അവിടെ സമൂഹത്തിൽ നിന്ന് പല പ്രശ്നങ്ങളും അതിനെ ഒരു റിസൾട്ടൻ്റ് ആയിട്ടാണ് റസൂൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ബഹുഭാരത്തിൻ്റെ വിഷയം നമ്മൾ 4 മാത്രമാക്കി അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 അങ്ങനെയുള്ള ആൾ അംഗീകരിക്കുന്ന ആളുകൾ 11 കഴിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടാക്കുമ്പോൾ അതിനെ വിമർശിക്കുന്ന യുക്തി എന്നാൽ നമ്മൾ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് അതിലൊരു യുക്തിരഹിതമായ ക്വസ്റ്റ്യനല്ലേ. 4 എന്നുള്ള സംഭവത്തെ എല്ലാവരും അംഗീകരിക്കുന്നു, 11 എന്നുള്ളത് എന്താക്കുന്നു, സ്പെസിഫൈഡ് ആയ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്പെസിഫൈഡ് ആയ സ്ഥാനത്ത് എന്താക്കുന്നു, നിരാകരിക്കുന്നു എന്നുള്ള തത്വം അതൊരു യുക്തിപത്രമാണെന്ന് കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് ഇത് അത് മാത്രം ഈ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റായിട്ട് കൊണ്ടുവരാനുള്ളത്. പിന്നെ മാത്രമല്ല ഈ റിസാലത്തിൻ്റെ ഫിലോസഫികളും അതിൻ്റെ തത്വങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോഴും അതിൻ്റെ കോണ്ടെക്സ്റ്റിലായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് പ്രധാനമായിട്ടും ആ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു കാര്യത്തിന് മനസ്സിലാക്കും. പിന്നെ റസൂലുള്ളാഹിൻ്റെ കാലത്തും ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ മറ്റേ റസൂലുള്ളാഹി എന്തുകൊണ്ട് മദീനയിലേക്ക് മാത്രമായുള്ള വിഷയത്തിൽ ഈ വിഷയത്തിൻ്റെ ഒരു കാതൽ കടന്നു വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു മോണോത്തിസമായിട്ടുള്ള റിലീജിയൻ തന്നെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാപട്യമായ നിയമങ്ങൾ എന്താകുന്നുണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈജിപ്തിലും ഗ്രീക്കിലും അതുപോലെ തന്നെ പല വേഷങ്ങളും ഒന്നുണ്ട്. അന്നും ഈ ഒരു സംഭവങ്ങളും തത്വങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് ചരിത്രകാരൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം കേന്ദ്രീകൃതമായ രീതിയിൽ വട്ടമിട്ട് പിടിക്കുന്നത് എന്താണ് കേവലമായ യൂറോപ്യൻ അല്ലെങ്കിൽ വെസ്റ്റേണൈസേഷന്റെ ഭാഗമായ തത്വങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് ഉറപ്പെടുത്തുന്നു. നബി വിവാഹം കഴിച്ചപ്പോഴേ ആദ്യത്തെ വിവാഹം ഇപ്പോൾ സൈനബ് ബീവിയും ആയിഷ ബീവിയും തമ്മിൽ നല്ല പരസ്പരം ക്ലാഷുകൾ ഉണ്ടായിരുന്നു. അതുപോലെ നബിയുടെ ഭാര്യമാർ തമ്മിലൊക്കെ ക്ലാഷുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല നബിയോട് ചോദിച്ചു, മദീനക്കാരികളായ പെണ്ണുങ്ങൾ നബിയെ കുറച്ചും കൂടി സൗന്ദര്യവതികളാണല്ലോ, നബി എന്താ മദീനക്കാരെ ചൂസ് ചെയ്യാത്തെന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു അവർ കുറച്ചും കൂടെ പോസസീവാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് പോകാൻ അവർക്ക് പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ അവസരത്തിൽ ഈ ബഹുഭാര്യത്വം എന്ന് പറയുമ്പോൾ ഈ ഭാര്യ എന്നുള്ള വ്യക്തി ഓരോ ഭാര്യ ഓരോ വ്യക്തിയാണല്ലോ. അപ്പോൾ അവർക്ക് നിന്ന് പോകാനുള്ള പ്രയാസം പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഓരോ
ഓരോ ഭാര്യയുടെയും സമ്മതം ചോദിച്ചിട്ടാണോ നബി മറ്റു ഭാര്യയെ വിവാഹം കഴിച്ചത്? അങ്ങനെ നബിക്ക് സമ്മതം ചോദിക്കാമായിരുന്നില്ലേ? ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. വളരെയധികം പ്രസക്തമായ ചോദ്യം. കാരണം ആയിഷ ബീബിയും സൊഫിയ ബീബിയും ഒക്കെ നമ്മൾ ഷമായിലേക്ക് ഓതുമ്പോൾ എന്താറുണ്ട്, ഇപ്പോൾ സൊഫിയ ബീബിനെ പറയും അന്ന് ഇന്നത്തെ ദിവസം ഒന്നായിക്കോട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിൻ്റെ കൂടെ കിടന്നോളി അങ്ങനെ പറയാറുണ്ട്. അതൊരു എന്താ പറയുക, അവിടെ ഉണ്ടായിരുന്ന ഒരു ആർഗ്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു ഡയലക്റ്റിക്കലായിട്ട് കാണാൻ പാടില്ല. അതൊരു തെറ്റാണ്. കാരണം റസൂലുള്ളാഹി നമ്മളിപ്പോൾ അതൊരു ഫെമിനിസ്റ്റ് ആർഗ്യുമെന്റ് സാധനമാണ്. ഇപ്പോൾ ഈ സാറ ഫാസിൻ്റെ ഡിബേറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന സാധനം അവരതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും അതായത് നമ്മൾ ഈ ആധുനികതയിൽ ടോട്ടലി എല്ലാ ആർഗ്യുമെന്റ്സിലും സബ്ജക്റ്റിവിറ്റികൾ പ്രധാനമുണ്ട്. അപ്പോൾ ഓൽക്ക് റസൂലുള്ളാഹിൻ്റെ ഒരു ഭാര്യമാരും റസൂലുള്ള എന്നെ വിവാഹം ചെയ്ത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അതായത് റസൂലുള്ള മറ്റു ഭാര്യമാരെ വിവാഹം ചെയ്ത് ശരിയായിട്ടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതാണ് റസൂലുള്ളാഹിന്റെ വിവാഹത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വിജയം എന്ന് പറയുന്നത്. റസൂലുള്ളാഹിക്ക് ഹാസാക്കപ്പെട്ട ഒരു സാധനത്തെ ആരും എന്താക്കിയിട്ടില്ല, നിരാകരിച്ചിട്ടില്ല. അത് നിരാകരിക്കുന്ന ആര് മാത്രമാണ്? ആധുനികയിൽ നമ്മൾ വലിയ ബുദ്ധി ഒരു എന്താണ് കോൺസിക്വൻറ്റലിസം അല്ലെങ്കിൽ ഒരുപാട് ഇസങ്ങൾ വളർത്തിയെടുക്കുന്ന ആധുനികക്കാരാണെന്ന് മനസ്സിലാക്കേണ്ടത്. സബ്ജക്റ്റീവ് വിഷയത്തിൽ ചോദിച്ച പോലെ തന്നെ ആ സബ്ജക്റ്റിന്റെ വിഷയത്തിൽ എന്താകുന്നില്ല, ഭാര്യമാരെന്താകുന്നില്ല, പരസ്പരം എതിർക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ പരസ്പരം എന്താകുന്നില്ല, അവർക്ക് ഇതിനായിരിക്കും ബേസ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഉണ്ടാക്കുന്ന ആരാണ്? നമ്മളെങ്ങാത്ത ബുദ്ധി ഉണ്ടെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില പ്രഖ്യാപിത ആളുകളാണെന്നുള്ളതാണ് ഈ വിഷയം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. സാറ ഫാരിസിന്റെ വുമൻസ് റൈറ്റ്സ് വിതൗട്ട് ഫെമിനിസം എന്നുള്ള പുസ്തകം ഇറങ്ങിയോ? അത് ചോദ്യമല്ല, ഇങ്ങനെ ഞാൻ സംഘടിപ്പിച്ചിട്ട് വായിക്കാവുന്നതാണ്. ഇറങ്ങാൻ പോകുന്നു എന്ന് ന്യൂസ് കണ്ടിരുന്നു. ഡിബേറ്റിനേക്കാൾ നല്ല പിന്നെ അഡീഷണൽ ആയിട്ട് ചെറിയ പോയിന്റ് പറഞ്ഞു. അതായത് സാറ ഫാരിസും നത്താലി ബെന്നറ്റും തമ്മിലുള്ള ഡിബേറ്റ് അത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഡിബേറ്റ് ഫുള്ള് കേട്ട നിലയ്ക്ക് പറയണം. അവരോട് ഈ വിഷയത്തിൽ എന്താകുന്നുണ്ട്, ഇപ്പോഴത്തെ ഈ ഫെമിനിസ്റ്റ് ഫെസ്റ്റിവൽ നത്താലി ബെന്നറ്റ് ചോദിക്കുന്നുണ്ട് അല്ല, നത്താലി ബെന്നറ്റ് ആർഗ്യുമെന്റ് കൊണ്ടുവരുമ്പോൾ തിരിച്ച് സാറ ഫാരിസ് ചോദിക്കണം. റസൂലുള്ളാഹി ആർഗ്യുമെന്റ് കൊണ്ടുവരുമ്പോൾ ഫാരിസ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും പാർലമെന്റിലേക്ക് മാത്രം സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ട് കാര്യം വേണ്ടി ബാധിക്കുന്നതാണ്? റസൂലുള്ളാഹിന്റെ വിഷയത്തിൽ തൗലിയത്തിന് വലിയ അധികാരമുണ്ട്. തൗലിയത്ത് എന്നുള്ള വിഷയത്തിൽ ഇസ്ലാമിന്റെ പല ഫിലോസഫിക്കൽ ടെക്സ്റ്റുകളിലും വലിയ അധികാരമുണ്ട്. അതിനനുസരിച്ചാണ് സ്ത്രീയും പുരുഷനും സമത്വം വരുന്നത്. അത് വിഷയം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പരാമർശിക്കപ്പെട്ടില്ല എന്നൊക്കെ തോന്നുന്നു. അതായത് തൗലിയത്തിന്റെ വിഷയത്തിൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ മാറ്റി നിർത്തിയിരുന്നു. ശരി തന്നെ, കാരണം അവർ ബയോളജിക്കലി അതവർക്ക് എതിരാണെന്നുള്ള ലോകം പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുഭാരത്തിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരൊക്കെയാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷമാഇൽ എഴുതുമ്പോഴും അല്ലെങ്കിൽ സിയറകൾ രചിക്കുമ്പോഴൊക്കെ ഏറ്റവും വലിയ ലോകത്തിന് ആധികാരികമായ സോഴ്സായിട്ട് മാറുന്നത് ഇവരാണ്. അതായത് ഇസ്ലാം എപ്പോഴും നമ്മൾ ഈ അഹ്കാമുകളിലുള്ള ഇഖ്തിലാഫുകൾ എങ്ങനെ ഒന്ന് പറയാറുണ്ട്. എല്ലാവരും ഖുർആൻ ഹദീസല്ലേ എടുക്കണം, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഹുക്കുമുകളിൽ വിധി വരുന്നത്? അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ദലീലുകളുടെ അവൈലബിലിറ്റിയെ കുറിച്ച് നമ്മൾ വളരെ ഡിബേറ്റ് നടക്കുന്നത് ഡിസ്കസീവ് ട്രഡീഷനിലൊക്കെ. അതായത് അതിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് മുർസലാണോ, മറ്റു ഹദീസുകൾ മൗഖൂഫാണോ, മഖ്തൂആണോ, ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. അതിലൊക്കെ ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് എണ്ണപ്പെടുന്നത് ആര് ഹദീസുകളാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഭാര്യമാരുടെ ഹദീസുകളാണ്. അതായത് ലോകത്ത് ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയിൽ ഏറ്റവും ആധികാരികമായിട്ട് ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിൻ്റെ എത്തിക്സും അതല്ലെങ്കിൽ ഇസ്ലാമിക് സയൻസിൻ്റെ എത്തിക്സുകളും അതിലെ ജുറിസ്പ്രുഡൻസിലായിട്ടുള്ള കോട്ടുകളും തോട്ടുകളും എല്ലാം ആരുടെ കയ്യിൽ നിന്നാണ് വരുന്നത്? ഈ ബഹുഭാര്യത്വമെന്ന് നമ്മൾ ബുദ്ധിയുള്ളവർ വിളിക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ കയ്യിലൂടെ വരുന്നത്. അതാണ് ഏറ്റവും വലിയ ആർഗ്യുമെന്റ്. ഇസ്ലാമിക ലോകത്ത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചെയ്ത് വെക്കാൻ പറ്റുക ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ വേൾഡ് എപ്പിസ്റ്റമോളജിയുടെ കൃത്യമായ ഒരു നടുന്തൂണെന്ന് അറിയപ്പെടുന്ന ഇസ്ലാമിക് സയൻസിലെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റേഷൻ വരുന്നതാണ്. അതുകൊണ്ട് ഡൊണാഹരോക്ക് പറയാം, അത് അംഗീകരിക്കാത്ത ഓലൊക്കെ പറയണത് ആ സ്ത്രീയെ വിശേഷിപ്പിക്കുന്നത് സൈബർ ഫെമിനിസ്റ്റ് എന്നാണ്. അതായത് ഓല പറയണത് നമുക്ക് പുതിയ എപ്പിസ്റ്റമോളജി വേണം, അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഇസ്ലാം കൃത്യമാണ്, സുന്ദരമാണ്, ലളിതമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചില്ലല്ലോ. പോളിജിനിയാണ് പദം. പോളിയാൻഡ്രി ഉണ്ട്. ഒരു പെണ്ണിന് പല ഭർത്താക്കന്മാർ, അതൊന്നുകൊണ്ട് അനുവദിച്ചില്ല എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? ഒന്നാമത്തെ പറഞ്ഞാൽ ഓരോ ജെൻഡറിനും ഓരോ റോളുകളുണ്ട്. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യണ എല്ലാ പണി എന്താവില്ല പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പെണ്ണുങ്ങൾ ചെയ്യണ എല്ലാ പണി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ആരോപ്പെടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇറങ്ങിയതിനെ കുറിച്ച് അതൊക്കെ ഒന്ന് കണ്ടാൽ കുറച്ചും കൂടി ഒന്ന് രസകരമായിട്ട് ആ കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റും. 2050 ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു നമ്മളതിനെ കുറിച്ച് ടോളി പറയാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്യണം. എന്നാലും അത് ഒരു ബയോളജിക്കൽ ഡിഫറൻസിനായിട്ട് ഈ ജെൻഡർ റോളിൻ്റെ വിഷയത്തിൽ ബയോളജിക്കൽ വലിയ ഡിഫറൻസ് ഉണ്ട്. മാത്രവുമല്ല, ഞാൻ പറഞ്ഞല്ലോ തൗലിയത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ പ്രമുഖമായിട്ട് മദീനക്കാർ ഈ ഖുറൈശിൻ്റെ വിഷയത്തിൽ ചോദ്യം വന്നിരുന്നു. അതൊക്കെ എന്താണ്? അത് ഇൽമ് നോളജീസ് പവർ എന്ന് കാലങ്ങൾക്ക് ശേഷം ഫിലോസഫേഴ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് വരച്ചിട്ടൊന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നമ്മളെ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. ഇല്ലാ റഹ്മത്ത് എന്ന് ഖുർആൻ നിർത്തിയിട്ടില്ല, ലിൽ ആലമീൻ എന്ന് കൂടി ഖുർആൻ പറഞ്ഞു.
അതായത് റസൂലുള്ളാഹിന്റെ ജീവിതം ഒരു റെക്കോർഡായ ടെസ്റ്റ്. ലോകത്ത് പല വ്യക്തികളും, അതാണ് മൈക്കിൾ ചാട്ടൊക്കെ പറഞ്ഞത്, മതകാര്യങ്ങളിലും ലൗകിക കാര്യങ്ങളിലും വിജയിച്ച ഒരു പ്രവാചകൻ എന്ന നിലക്കാണ് ഞാൻ അദ്ദേഹത്തെ ഒന്നാമനാക്കണമെന്ന്. അതിപ്പോൾ വെറുതെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് കൃത്യമായി വരച്ചിട്ട് അടിവലകൾ തെളിവിൽ അദ്ദേഹം ഒരു ഇസ്ലാമിക് വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ വേറെ പുസ്തകത്തിൽ വരുന്നുണ്ട്. ആംഗ്ലോ ആഫ്രിക്കൻ വിമർശനങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിക് വിമർശനങ്ങൾ, അങ്ങനെ വരുന്നെന്തെങ്കിലും അതൊക്കെ എന്താണ് ഈ ഓറിയന്റലിസ്റ്റ് കാസിദ്വാദം. അങ്ങനെ ചോദ്യം തന്നെ എന്താണ്, അതായത് ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് മറ്റു വിഷയബന്ധിതമായിട്ട് തൗലീത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിക് അഹ്കാമുകളിലെ ഫിലോസഫികളിൽ എന്താണ് അതിന് കൃത്യമായുള്ള വിഷയങ്ങളും അതിന്റെ കേന്ദ്രീകൃതമായ ആശയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ്. അത് പരസ്പരം തമ്മിൽ ഡയലക്റ്റിക്കൽ ഫ്രൈസോളജി ഉണ്ടാക്കും എന്ന് ഉറപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.